Hello. Hello guys. Welcome to our channel. So, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാം. ഞങ്ങളൊരു വെഡിങ് ആനിവേഴ്സറി ആണ്. ചെറിയൊരു വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒരു വർഷമായി ഞങ്ങളുടെ വെഡിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അറൂബി ആയിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അതെ, കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ പോയി. അപ്പോൾ ഈ വർഷം അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പം ഞങ്ങൾ മെക്സിക്കോയിലോട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ കയറി. ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ, കാരണം സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അപ്പം പെട്ടെന്ന് എല്ലാം ചെക്കിങ് ഒക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി ആക്ച്വലി 2.5 മണിക്കൂറുണ്ട്, 3 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. കാരണം പെട്ടെന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് കഴിച്ച് വിശക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് പോയി കഴിക്കാം. അതെ, യെസ്, മെക്സിക്കോ ഫണ്ണ കുറേ സംഭവം വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബോർഡിങ് ചെയ്യേണ്ട സമയം. ഞങ്ങളിങ്ങനെ ചുമ്മാ എല്ലാ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് അവർ കാർഗോയിലേക്ക് എല്ലാ സാധനങ്ങളും കയറ്റും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടു. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ക്യാമറ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണുക. അത് ആൾക്കാരൊന്നും ഇല്ലാതെ ഭയങ്കര ബോറടിയായിരുന്നു, ആരും കാണില്ല. അപ്പോൾ ഞങ്ങൾ അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. രസമുണ്ട്. ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് അല്ല, ഞാൻ വെച്ച് കുഞ്ഞു ഫ്ലൈറ്റ് ആയിരിക്കണം. അതെ, ഞങ്ങളുടെ സോൺ 2 ആണ്. അപ്പം പെട്ടെന്ന് തന്നെ വിളിക്കും. ആകെ കുറച്ച് പേരേ ഉള്ളൂ. ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോകും. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു. ബാഗ് ഇവിടെ തന്നെ വെച്ച് ആക്ച്വലി ഇതാവേ റെഡി. അതെ, അപ്പോൾ കാൻകൂൺ. ഞങ്ങൾ ചെക്കിങ് കഴിഞ്ഞ് വെളിയിലിറങ്ങി ഭയങ്കര ആൾക്കാരുടെ ബഹളമാണ്. ടാക്സിക്ക് വേണ്ടി ആൾക്കാരൊക്കെ വിളിക്കുന്ന പോലെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഓരോ ടാക്സി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പുറകിന് കൂടിയേക്കുവാണ്. അതെ, അപ്പം ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആളെ കണ്ടുപിടിച്ചു. ഒന്ന് ചുറ്റേണ്ടി വന്നു, ഇവിടെ റെനോവേഷൻ ഒന്നുണ്ട് അതുകൊണ്ട്. പക്ഷെ കണ്ടുപിടിച്ചത് ആളെ അവിടെ പുറകിലുണ്ട്. ഞങ്ങളുടെ ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതുപോലെ തന്നെ ചൂടുമാണ്, 90 ഡിഗ്രി. പക്ഷെ അതിൽ കൂടുതലൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഹോട്ടലോട്ട് പോകും. അങ്ങനത്തെ വേർത്ത് കുറച്ച് വണ്ടി കിട്ടി, വണ്ടിയിലേക്ക് കയറി. അപ്പോൾ അത് ഞങ്ങൾ പ്രൈവറ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ പ്രൈവറ്റ് ആയിട്ട് അവർ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുകയാണ്. ഹോട്ടലായ റിസോർട്ട്, ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് വണ്ടി വിട്ട് പിക്ക് ചെയ്യുകയാണ് അവർ. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ ചെന്ന് കാണാം, ഹോട്ടലിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് റൂമൊക്കെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോകുന്നു. ഞങ്ങളുടെ ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ ഒരു ഡിന്നറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനും കൂടി പോകുന്നുണ്ട്.
What's your name? Jose. Jose. Sí. Gino. Gino. And Gilu. Oh, mucho gusto. Poquito. Poquito inglés, Poquito, yeah. വീക്കിലേക്കുള്ള ഞങ്ങളുടെ ഒരു സ്വീറ്റ് ഹോം ആണ്. അതിൻ്റെ ഒരു കുഞ്ഞു ഹോം ടൂർ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇവിടെ വാഷിംഗ് ചെയ്യാൻ വേണ്ടി ഉള്ള സംഭവമാണ്. ഇത് വാഷർ, അതുപോലെ തന്നെ ഇത് ഡ്രയർ, അതിന് എല്ലാം ഡിറ്റർജൻറ്റും ഒക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഡ്രസ് അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോക്സും അതിൻ്റെ ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ഈസിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇത്. ഇവിടെ ഒരു സ്റ്റാൻഡിങ് ഷവർ ഉണ്ട്. അതും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സോപ്പും സംഭവങ്ങളും എല്ലാം അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതുണ്ടോ, ഇവിടെ രണ്ട് സംഭവം ഇരിക്കുന്നത്. അപ്പൊ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയുള്ള റോബാണ്. അതും 2 പേർക്ക് ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിറർ, നമുക്ക് മാഗ്നിഫൈങ് മിററാണിത്. പിന്നെ ഇവിടെ അതിൻ്റെ ടവൽസും സോപ്പും സംഭവങ്ങളും എല്ലാം ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. നമുക്കിവിടെ ഒരു വലിയ ജഗൂസി ഉണ്ട്. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു ഹോട്ടലിൽ, ഒരു റിസോർട്ടിൽ പോയിട്ട് ഇതുപോലെ ഒരു ജഗൂസിലൊക്കെ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളത്. അതപ്പോൾ ഈ തവണത്തെ ട്രിപ്പിൽ നടന്നു. ഇതും ഇവരെല്ലാം നല്ല ടവൽസും സോപ്പും എല്ലാം വെച്ച് സെറ്റൊക്കെ ചെയ്ത് ഇനി ഒന്ന് കയറി കുളിച്ചാൽ മാത്രം മതി. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഇറങ്ങി ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്മോൾ കിച്ചൺ. അതിൽ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഞങ്ങളെല്ലാം വാങ്ങി ഫില്ല് ചെയ്യണം. അപ്പോൾ എന്നാലും ഫ്രിഡ്ജ് സംഭവങ്ങളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ ക്യാബിനറ്റിൽ നമുക്ക് വേണ്ട സംഭവങ്ങൾ, കെറ്റിലും പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ പ്ലേറ്റ്സും ഗ്ലാസസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുണ്ട്. പിന്നെ ഒരു കോഫി മേക്കർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്മോൾ സ്റ്റൗ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുക്ക് ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടാം. ഇവിടെ മൈക്രോവേവ് ഉണ്ട്. സോ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നാൽ ഞങ്ങൾക്ക് ചൂടാക്കി കഴിക്കാം. അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല. പിന്നെ ഇതും അതുപോലെ തന്നെ സ്പൂൺ, ടവൽസ്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം കിട്ടും. ഇതാണ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള കുക്കിംഗ് വേഴ്സ്. പിന്നെ ഇവിടെ ഒരു സ്മോൾ ഡിഷ് വാഷേഴ്സ് ഉണ്ട്. ഇതും കിച്ചണിൻ്റെ ട്രാഷ് ക്യാനും കുറച്ച് ടിഷ്യൂസും സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചണിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ബെഡ്. ഇതാണ് അത്യാവശ്യം നല്ല സ്പേസ് ആണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്. പിന്നെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഫാനുണ്ട്. എല്ലായിടത്തും പോകുമ്പോൾ ഫാൻ ഇല്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ ട്രിപ്പിൽ അത് സാധിച്ചു. ഇവിടെ ഫാനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലൈഡിങ് ക്ലോസറ്റ് ആണ്. ഇവിടെ ഒരു കുഞ്ഞ് ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാങ്കേഴ്സ് എല്ലാം ഉണ്ട്. നമുക്കിവിടെ തുണി ഹാങ് ചെയ്യാം, ഇവിടെ ഇടാം. പിന്നെ ഇതൊരു സേഫ് ലോക്കറാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് പില്ലോസും കുറച്ച് ബ്ലാങ്കറ്റ്സും അങ്ങനെ എക്സ്ട്രാ വെയർസ് കുറച്ച് സംഭവങ്ങൾ അതും അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ TV ഉണ്ട്, അതിൻ്റെ സ്പീക്കർ, പിന്നെ അതിൻ്റെ ക്യാബിനറ്റ്, ക്ലോസറ്റ് എല്ലാം ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു സംഭവമുണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ട്. നമ്മൾ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാത്റൂം, അതുപോലെ തന്നെ ഈ ജഗൂസി. അപ്പോൾ ഇവിടെ ജഗൂസിലിരുന്ന് വെളിയിലത്തെ കാഴ്ചയൊക്കെ കാണാം. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബീച്ച് വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് ഇറങ്ങി ഇത് മാറ്റി നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇതാണ് ബാൽക്കണി. അപ്പോൾ വൈകിട്ട് ഈവനിങ്ങൊക്കെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട്, 2 ബാൽക്കണി ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നേരെ ബീച്ചാണ് കാണുന്നത്. അവിടെ കാണുന്നതാണ് റിസോർട്ടിൻ്റെ തന്നെ പൂള്. പിന്നെ പുറത്ത് നടക്കുമ്പോഴത്തേക്കും ബീച്ച്. പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു കുഞ്ഞു കോഫി ടേബിളും ഒരു കൗച്ചും ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് TV കാണാം, ബീച്ച് വ്യൂ കിട്ടും. എല്ലായിട്ടും ഒരു അടിപൊളി റിസോർട്ടാണിത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വീറ്റ് ഹോം ഫോർ 1 വീക്ക്. അന്വേഷിച്ച് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ടാക്കോ കിട്ടി, ഒരു ലോബ്സ്റ്റർ ടാക്കോയാണ് വാങ്ങി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. സോ പിന്നെ വേറെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നേ ഉള്ളൂ. ഞാൻ ഫിഷ് ടാക്കോയുടെ ടേസ്റ്റ് തന്നെ കൊള്ളാം. അങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ്. വാഴയിലയിൽ പൊതിഞ്ഞ് മീൻ വന്നിട്ടുണ്ട്, ചോറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പട്ടി എന്ന് പറയുന്ന ഏത്തക്കപ്പം എന്ന് ചില നാട്ടിൽ പറയും, അതുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിളും ഉണ്ട്. ദൈവമേ ദൈവമേ മിന്നിച്ചേക്കണേ. അതെ. നമ്മുടെ നാട്ടിൽ കരിമീനൊക്കെ പൊള്ളിച്ച് തരുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട്. കേട്ടോ, ഇഷ്ടപ്പെട്ടു. സോറി ഗൈസ്, ഇനി മൊത്തം ഞാൻ കഴിച്ചു തീർക്കട്ടെ. കാരമൽ ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന് ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു, ഫുഡെല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു അല്ലേ? അതെ,
മെക്സിക്കൻ റെസ്റ്റോറന്റ് ആയിരുന്നു. വാഴയിലൊക്കെ പൊതിഞ്ഞ് എനിക്കറിയത്തില്ല അവിടെ നിങ്ങൾ ഞങ്ങൾ പറയുന്ന കേക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് അപ്പോൾ ഒന്നുകൂടി വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ലൊരു മീനും പിന്നെ അതുപോലെ ടാക്കോസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിലെ വാഴയ്ക്ക അപ്പം അത് ബനാന ഫ്രൈ അതുണ്ടായിരുന്നു. പിന്നെ റൈസ് ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ല ഒരു അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ വന്ന ഞങ്ങളുടെ ഡിന്നർ അടിപൊളിയായിരുന്നു. ഏതായാലും ടാക്കോ ആയിരുന്നു നല്ലത്. ടാക്കോ മറ്റേ ലോബ്സ്റ്റർ ടാക്കോ. സോ കൊള്ളായിരുന്നു. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ടാക്കോ ഒന്ന് ട്രൈ ചെയ്തേക്ക്. അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ചുമ്മാ നടന്നു. കുറേ വീഡിയോസൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടു. എന്നിട്ട് ഇപ്പം ഞങ്ങൾ റൂമിൽ തിരിച്ചു വന്ന് ഒരു ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ തൊട്ട് നമ്മുടെ ഓരോ പുതിയ ഇവിടുത്തെ ഓരോരോ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. അതെല്ലാം നമ്മൾ ഓരോ ദിവസമായിട്ട് ഞങ്ങളിവിടെ ഒരു വീക്കുണ്ട്. അപ്പോൾ ഓരോ ദിവസമായിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടുത്തെ കണ്ട് നിങ്ങളെയും കാണിച്ചു തന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നല്ല നല്ല കാഴ്ചകളുണ്ട്. നല്ല നല്ല എന്താ പറയുക പല അത്ഭുതങ്ങളും കാണാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കാണിക്കാം. അതെ, അപ്പം ഞങ്ങളും കാണും. അതിൻ്റെ കൂടെ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒന്നിച്ച് ആ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പം ആരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളിപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് തിരിച്ചു വന്നേക്കുവാണ് ഒരു കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം. അപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ കാണും. അതെ. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.